സ്വാഗതം. സ്വകാര്യ ബസ്സിലുരസി നിയന്ത്രണം വിട്ട് KSRTC ബസ്. ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന കാറിലും മറ്റൊരു സ്കൂട്ടറിലും ഇടിച്ച ശേഷം റോഡരികിലെ മരത്തിൽ ഇടിച്ചു നിന്നു. എടപ്പാൾ പട്ടാമ്പി റോഡിലായിരുന്നു അപകടം. പൊന്നാനിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വാഹന ജീവനക്കാർ തമ്മിൽ നടന്ന സംഘർഷത്തിൽ ബസ്സിനെ പിന്തുടർന്നെത്തി ഗ്ലാസ് അടിച്ചു തകർത്തു. പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന ബസ്സിന്റെ മുൻവശത്തെ ഗ്ലാസാണ് ടോറസ് ലോറി വാഹനത്തിലെ ജീവനക്കാരൻ അടിച്ചു തകർത്തത്. നിലമ്പൂർ പലകത്തോട് ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പന്തീരായിരം വനത്തിൽ നിന്നാണ് ജനവാസ മേഖലയിലേക്ക് പുലി ഇറങ്ങുന്നത്. ചെലയൻ പറമ്പിൽ ജോസിന്റെ പശുക്കിടാവിനെ കടിച്ചു കൊന്നു. കാളികാവ് റബ്ബർ എസ്റ്റേറ്റിൽ തീപിടുത്തം. പുല്ലങ്കോട് എസ്റ്റേറ്റിലും പരിസരത്തെ റബ്ബർ തോട്ടവുമാണ് കത്തിയമർന്നത്. 5 ഏക്കറോളം സ്ഥലത്തേക്ക് തീ പടർന്നു. കാലാവസ്ഥ ചതിച്ചതോടെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ഒതളൂർ ബണ്ട് കടവല്ലൂർ പാടങ്ങളിലെ 500 ഏക്കറിലധികം നെൽകൃഷിയാണ് വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത്. 1 ഏക്കറിന് 30,000 രൂപയോളം ചെലവിട്ടാണ് കർഷകർ കൃഷി ഇറക്കിയത്. ഇതോടെ കർഷകർ ദുരിതത്തിലായി. തേഞ്ഞിപ്പലത്ത് 16ഓളം മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. പഞ്ചായത്ത് ഓഫീസിൽ വ്യാഴാഴ്ച ഇന്റർ സെക്ടർ യോഗം വിളിച്ചു ചേർത്ത് തുടർ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചു. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 128 സ്ലൈഡ് അത്യാധുനിക CT സ്കാൻ യന്ത്രം സ്ഥാപിക്കുന്നതിൽ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിൽ തീരുമാനമായില്ല. വ്യാഴാഴ്ച മെഡിക്കൽ കോളേജിൽ ചേർന്ന യോഗം തീരുമാനമെടുക്കാതെ പിരിഞ്ഞു. ദേശീയപാതയിൽ ഓട്ടോ തടഞ്ഞു നിർത്തി വെളിയങ്കോട് കിണർ വടക്കേപ്പുറത്ത് മുഹമ്മദ് ഫായിസിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. വെളിയങ്കോട് സ്വദേശികളായ ഷഹീർ, റാംബോ എന്ന റാഷിദ്, നിസാമുദ്ദീൻ എന്ന നിഷാദ്, അഫ്സൽ എന്ന അൻസാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.